ഗൈഡൻസ് TV, ലൈറ്റ് ഫോർ ലൈഫ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقال الذي اشتراه من مصر لامرأته أكرمي مثواه عسى أن ينفعنا أو نتخذه ولدا وكذلك مكنا ليوسف في الأرض ولنعلمه من تأويل الأحاديث والله غالب على أمره ولكن أكثر الناس لا يعلمون. ولما بلغ أشده آتيناه حكما وعلما وكذلك نجزي المحسنين. وراودته التي هو في بيتها عن نفسه وغلقت الأبواب وقالت هيت لك قال معاذ الله إنه ربي أحسن مثواي إنه لا يفلح الظالمون. بسم الله والحمد لله والصلاة والسلام على رسول الله. اللهم صل وسلم وبارك وأنعم على عبدك ونبيك ورسولك محمد وآله وصحبه أجمعين ثم ما بعد. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ وقال الذي اشتراه من مصر لامرأته أكرمي مثواه عسى أن ينفعنا أو نتخذه ولدا وكذلك مكنا ليوسف في الأرض ولنعلمه من تأويل الأحاديث والله غالب على أمره ولكن أكثر الناس لا يعلمون. ആയത്താണ് വിശദീകരിച്ചത്. എവിടെ പറഞ്ഞത്? أو نتخذه ولدا وقال الذي اشتراه من مصر لامرأته. മിസ്ർ ദേശത്തിൽ നിന്ന് الذي اشتراه യൂസുഫിനെ വാങ്ങിയ വ്യക്തി പറഞ്ഞു ലിംറഅതിഹി തൻ്റെ ഭാര്യയോട്. നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, സലീഹ അല്ലെങ്കിൽ റായിൽ. റായിൽ എന്നുള്ളത് അവരുടെ പേരാണ്, സലീഹ എന്നുള്ളത് അവരുടെ വിളിപ്പേരാണ്. അങ്ങനെയൊക്കെ പറയപ്പെട്ടിട്ടുണ്ട്. എന്താ പറഞ്ഞത്? അക്രിമി മസ്വാഹ്. പിന്നെ ഈ യൂസുഫിനെ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഭാര്യനോട് പറഞ്ഞു യൂസുഫിൻ്റെ താമസം അത് വളരെ ഇക്റാം ഉള്ളതാവണം, മാന്യമാക്കണം എന്ന് പറഞ്ഞു. ആ സായും യംഫഅന, യൂസുഫ് നമുക്ക് ഉപകരിച്ചേക്കും. ഔ നത്തഖിദഹു വലദ, അല്ലെങ്കിൽ യൂസുഫിനെ നമുക്കൊരു സന്താനമായി സ്വീകരിക്കാം. വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു. അതിന് മനസ്സിലാക്കാൻ അവർക്ക് മക്കളില്ലായിരുന്നു എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വകദാലിക മക്കന്നാ ലിയൂസുഫ ഫിൽ അർദ് വലിനുഅല്ലിമഹു മിൻ തഅ്വീലിൽ അഹാദീസ് വല്ലാഹു ഗാലിബുൻ അലാ അംരിഹി വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. വകദാലിക്, ഇതുപോലെ നടക്കണമെങ്കിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കിണറ്റിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി. പിന്നെ മിസ്ർ ദേശത്തേക്ക് എത്തിച്ചു. അവിടെ നിന്ന് പിന്നെ മിസ്റിൻ്റെ ഒരു അസീസ് തന്നെ എന്ത് ചെയ്തു? യൂസുഫിനെ വാങ്ങി. എന്നിട്ട് പിന്നെ ഒരു കൊട്ടാര ജീവിതം കണക്കെ ഒരു ജീവിതം യൂസുഫിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. ഇതുപോലെ മക്കന്ന ലി യൂസുഫ്, യൂസുഫിൻ്റെ നാം എന്ത് ചെയ്തു? മക്കന്ന, തംകീൻ എന്ന് പറഞ്ഞാൽ സ്വാധീനം നൽകുക, സ്വാധീനം നൽകി. ഫിൽ അർദ്, അർദ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഭൂമിയിൽ എന്നുള്ളതിലേറെ അൽ അർദ് എന്ന് പറഞ്ഞാൽ ഈജിപ്റ്റ് ദേശം എന്നുള്ളതാണ്. അൽ അർദ്. മക്കന്ന ലി യൂസുഫ ഫിൽ അർദ് വലിനുഅല്ലിമഹു മിൻ തഅ്വീലിൽ അഹാദീസ്, വലിനുഅല്ലിമഹു, അദ്ദേഹത്തെ നാം പഠിപ്പിക്കുന്നതിന് വേണ്ടിയും യൂസുഫ് അദ്ദേഹത്തിന് നാം എന്ത് ചെയ്തു? ഇവിടെ നാട്ടിൽ സ്വാധീനം നൽകി. അദ്ദേഹത്തിനെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയും. എന്താ പഠിപ്പിക്കുന്നത്?
അത് മിൻ തഅ്വീലുൽ അഹാദീസ്, തഅ്വീലുൽ അഹാദീസ്. ഇവിടെ തഅ്വീലുൽ ഹദീസ് കൊണ്ടുള്ള ഉദ്ദേശം പ്രധാനമായി എന്താ? സ്വപ്നങ്ങളുടെ വ്യാഖ്യാനമാണ്. സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം അതിൽ പരിമിതപ്പെടുത്തേണ്ടതില്ല. കാരണം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കേവലം സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം മാത്രമല്ല, പിന്നെയും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നബിയാണ്. അതുകൊണ്ട് തന്നെ വ്യാഖ്യാനം ആവശ്യമായിട്ടുള്ളതായ വിഷയങ്ങളെന്നുണ്ടോ അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയും എന്നാണ്. സ്വപ്ന വ്യാഖ്യാനത്തിൽ പരിമിതപ്പെടേണ്ടതില്ല. സ്വപ്ന വ്യാഖ്യാനം പ്രധാന ഉദ്ദേശമാണ്. വലിനുഅല്ലിമഹു മിൻ തഅ്വീലിൽ അഹാദീസ്. അതിനോട് അനുബന്ധം പറയണം വല്ലാഹു ഗാലിബുൻ അലാ അംരിഹി. എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഗാലിബുൻ അലാ അംരിഹി. ഗാലിബ് എന്ന് പറഞ്ഞാൽ ഗലബ പറഞ്ഞാൽ അതിജയിച്ചു, ഗാലിബ് എന്ന് പറഞ്ഞാൽ അതിജയിക്കുന്നവൻ. അലാ അംരിഹി തൻ്റെ കൽപ്പനയുടെ വിഷയത്തിൽ അല്ലെങ്കിൽ തൻ്റെ കാര്യത്തിൻ്റെ വിഷയത്തിൽ. തൻ്റെ എന്നുള്ളതെന്ന് ഉദ്ദേശിക്കുന്നത് അള്ളാഹു. അപ്പോൾ അള്ളാഹുവിൻ്റെ കാര്യം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പന ആ വിഷയത്തിൽ അള്ളാഹു ഗാലിബാകുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്കൊരു ഉദ്ദേശമുണ്ട്, ആളുകൾക്ക് ഉദ്ദേശങ്ങളുണ്ട് അല്ലേ? ഇറാദത്തുള്ള അള്ളാഹിൻ്റെ ഉദ്ദേശം, ഇറാദത്തുന്നാസ് ജനങ്ങളുടെ ഉദ്ദേശം. ഈ രണ്ട് ഉദ്ദേശങ്ങൾ അള്ളാഹിൻ്റെ ഉദ്ദേശം ഒന്ന് വേറെയാണ്, ജനങ്ങളുടെ ഉദ്ദേശം ഒന്ന് വേറെയാണെങ്കിൽ ആരുടെ ഉദ്ദേശമാണ് നടപ്പിലാകുക? അള്ളാഹുവിൻ്റെ ഉദ്ദേശം നടപ്പിലാകുള്ളൂ. അതാണ് വല്ലാഹു ഗാലിബുൻ അലാ അംരിഹി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശമായിട്ട് തഫ്സീറുകളിൽ നമ്മൾ വായിക്കുന്നത്. അള്ളാഹു എന്താണോ നിശ്ചയിച്ചത്, തീരുമാനിച്ചത് അത് നടപ്പിലാകും. അതാണ് വല്ലാഹു ഗാലിബുൻ അലാ അംരിഹി. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. എന്നാൽ അക്സറന്നാസ് ജനങ്ങളിൽ സിംഹരും ജനങ്ങളിൽ കൂടുതൽ ആളുകളും ലാ യഅലമൂൻ അവരറിയുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ പലയിടങ്ങളിൽ എത്തിക്കാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. പലയിടങ്ങളിൽ അതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വലമ്മ ബലഗ ശുദ്ധഹു ആതൈനാഹു ഹുക്മൻ വ ഇൽമ. ഇതൊക്കെ അള്ളാഹു നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ ആളുകളൊന്നും ഉദ്ദേശിക്കാത്ത പലയിടങ്ങളിലേക്കും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് എത്തിക്കണം. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല യൂസുഫിൻ്റെ സഹോദരങ്ങൾ കൊല്ലാൻ ഉദ്ദേശിച്ചു. അവർ കൊണ്ടുപോയിട്ട് കിണറ്റിലിട്ടു. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കിണറ്റിൽ നിന്ന് എടുത്തവർ അദ്ദേഹത്തെ ഒരു കച്ചവടച്ചരക്കാക്കിയിട്ട് അല്ലേ, അത്ര സുന്ദരനും സുമുഖനുമായ പ്രതിഭ തുളുമ്പുന്ന ഒരു കുട്ടിയെ കിട്ടിയിട്ടും അവർക്കതൊരു കച്ചവടച്ചരക്കാണ്. കിട്ടിയ പൈസക്ക്. അതുകൊണ്ട് തന്നെ വശറഹു ബിസമനി ബഖ്സിൻ ദറാഹിമ മഅദൂദ, വളരെ തുച്ഛം നാണയത്തുട്ടുകൾക്ക് അവരെന്ത് ചെയ്തു എന്നാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കൊണ്ടുപോയി മിസ്റിലെ മാർക്കറ്റിൽ വിൽക്കുകയാണ് ചെയ്തത്. അവിടെ നിന്ന് വാങ്ങിയ അസീസ് മിസ്റാകട്ടെ ആ കുട്ടിയെ തൻ്റെ ഭാര്യനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അവർക്ക് ഉപകരിക്കാൻ അല്ലെങ്കിൽ ഒരു സന്തതിയായിട്ട് സ്വീകരിക്കാൻ. ഇവിടെയൊക്കെ ആളുകൾക്ക് എന്താണ്? ആളുകൾക്ക് പല ലക്ഷ്യങ്ങളാണുള്ളത്, ഉദ്ദേശങ്ങളാണുള്ളത്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന ചില ഉദ്ദേശങ്ങളുണ്ട്. അതിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യണം? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ ആളുകളുടെയൊക്കെ തീരുമാനങ്ങളെയും ഉദ്ദേശങ്ങളെയും മറികടന്ന് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അള്ളാഹുവിൻ്റെ ഇറാദത്തിൻ്റെ ഉദ്ദേശം. അതിൽ വലിയ ഖൈറുകൾ ഉണ്ടാവും. മാ സതറല്ലാഹു അൻക് അക്ബർ അല്ലെങ്കിൽ അഅളം എന്നൊരു പ്രയോഗമുണ്ട്. താങ്കളെ തൊട്ട് അള്ളാഹു മറച്ചു വെച്ചത് വളരെ വലുതാണ് എന്ന് പറയുന്നത്. അത് പറയുന്നത് താബഈ പണ്ഡിതനായ അബൂ ഖിലാബ അലി ഇബ്നു സെയ്ദ് അൽ ജർമി റഹിമഹുള്ളയാണ്. ഇവിടെ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കർബലയിൽ ശത്രു സൈന്യത്തിൻ്റെ ഏറ്റുമുട്ടൽ നടക്കുന്ന സമയത്ത് നമ്മൾ വായിക്കുന്ന ഒരു ചരിത്രമാണ്. ഈ അബൂ ഖിലാബ അൽ ജർമി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം എഴുതിയപ്പോൾ ചരിത്രം വായിച്ചപ്പോഴാണ് ഇവിടെയാണ് കണ്ടത്. അദ്ദേഹത്തിൻ്റെ ചരിത്രം ഞാൻ വിശദമായി എഴുതിയിരുന്നു താബഈങ്ങളുടെ ചരിത്രത്തിൽ. അപ്പോൾ ഈ അബൂ ഖിലാബ അദ്ദേഹം ഒരു രോഗിയെ സന്ദർശിക്കുകയാണ്. ആ രോഗി വീണിട്ട് രണ്ട് കാലും മുറിഞ്ഞ് കിടക്കുകയാണ്. ആ രോഗി ഒരു സൈനിക മേധാവിയാണ്. ആരുടെ സൈനിക മേധാവിയാണ്? ഉബൈദുള്ള ഇബ്നു സിയാദ് എന്ന ആളുടെ സൈനിക മേധാവിയാണ്. ഉബൈദുള്ള ഇബ്നു സിയാദ് ആരാണ്? യസീദ് ബിൻ മുആവിയ ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹിജ്റയുടെ 61 കർബല നടക്കുന്നത്. അപ്പോൾ യസീദിൻ്റെ ഒരു ഗവർണറാണ് ഉബൈദുള്ള ഇബ്നു സിയാദ്. കർബലയൊക്കെ ആരുടെ ചുമതലയിലാണ്? ഉബൈദുള്ള ഇബ്നു സിയാദിൻ്റെ ചുമതലയിലാണ്. ഈ ഉബൈദുള്ള ഇബ്നു സിയാദിൻ്റെ സൈന്യമാണ് ആരുടെ ഏറ്റുമുട്ടിയത്? കർബലയിൽ കൂഫക്കാരോടൊപ്പം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് ഏറ്റുമുട്ടിയത്. ഹുസൈൻ കർബലയിൽ കൊല്ലപ്പെടുമ്പോൾ
പിന്നെ ആ ഏറ്റുമുട്ടലിൽ ഉബൈദുല്ലാ ഇബ്നു സിയാദ് നേരിട്ട് അതിൽ പങ്കാളിയല്ല. പക്ഷേ ഉബൈദുല്ലാ ഇബ്നു സിയാദ് നിശ്ചയിച്ച സൈന്യമാണ് എന്ത് ചെയ്യുന്നത്, ഏറ്റുമുട്ടുന്നത്. ആ സൈന്യത്തിൻ്റെ ക്യാപ്റ്റൻ ആകേണ്ട ആളാണ് ഈ കാല് മുറിഞ്ഞ ആൾ. അപ്പോൾ അതാണ് വിഷയം. ഇദ്ദേഹം പിന്നെ കാല് മുറിഞ്ഞ് കിടക്കുകയാണ്, 2 കാലും മുറിഞ്ഞാണ്. അപ്പോൾ അബൂ ഖിലാബ അദ്ദേഹത്തെ രോഗസന്ദർശനം നടത്തി. അദ്ദേഹം പിന്നെ രോഗസന്ദർശനം നടത്തിയിട്ട് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്ക് വിധിച്ചത് ഖൈറാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞു. മാ അറാദല്ലാഹു ബിക ഇല്ലാ ഖൈറൻ, അള്ളാഹു നിങ്ങൾക്ക് നന്മ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ അബാ ഖിലാബ, പിന്നെ അയ്യു ഖൈരിൻ ബഅദ കസ്രി റിജ്ലയ്യ ഹതൈൻ, എൻ്റെ ഈ 2 കാലും മുറിഞ്ഞു, ഇനി എന്ത് ഖൈറാ? അപ്പോഴാണ് അബൂ ഖിലാബ പറഞ്ഞത്, മാ സതറല്ലാഹു അൻക അഅളം, നിങ്ങളെ തൊട്ട് അള്ളാഹു മൂടി വെച്ച കുറച്ച് കാര്യമുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാല് മുറിഞ്ഞപ്പോൾ അള്ളാഹു നിങ്ങളെ തൊട്ട് മൂടി വെച്ച ചില കാര്യങ്ങളുണ്ട്, അത് വലിയ വിഷയമാണ്, അത് നിങ്ങൾക്ക് വളരെ മഹത്തായ വലിയ കാര്യമാണ് എന്ന് പറയണം. അങ്ങനെ അദ്ദേഹം ഇരിക്കുമ്പോഴാണ് ഉബൈദുല്ലാ ഇബ്നു സിയാദിൻ്റെ കത്ത് വരുന്നത്. കത്തിൽ എന്താ ഉള്ളത്? ഉഖ്റുജ് വഖാത്തിൽ ഹുസൈനൻ, സൈനിക മേധാവിയല്ലേ, താങ്കൾ പോകണം, ഹുസൈനോട് യുദ്ധം ചെയ്യണം. ഹുസൈൻ റളിയല്ലാഹുവിനോട് യുദ്ധം ചെയ്യാനുള്ള ആരാണ്? സൈന്യാധിപനാണ് ഇയാൾ. പക്ഷേ അയാളുടെ കാല് മുറിഞ്ഞ്, അയാളുടെ കാല് 2 മുറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ അയാളുടെ കയ്യാലായിരിക്കും ഹുസൈൻ കർബലയിൽ കൊല്ലപ്പെടുക. ശരി, ആ കത്ത് കിട്ടിയപ്പോൾ ഇദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് അബൂ ഖിലാബയ്ക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് പറയുകയാണ്, അദ്ദേഹം പറഞ്ഞത് വളരെ ശരി, അള്ളാഹു എന്നെ തൊട്ട് മറച്ച ആ കാര്യം വളരെ ഖൈറായിരുന്നു എന്നുള്ളത്. അപ്പോൾ വല്ലാഹു ഗാലിബുൻ അലാ അംരിഹി വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. നമ്മൾ ദുആ ചെയ്യും, എന്നിട്ട് നമ്മൾ ദുആ ചെയ്ത് നമുക്ക് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ നിരാശപ്പെടും. ചില ആളുകൾ പറയുകയും ചെയ്യും, ദഅഉതു ഫലം യുസ്തജബ് ലി, ഞാൻ ദുആ ചെയ്തു എനിക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് നമ്മൾ സങ്കടപ്പെടും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചോദിച്ച് തരാത്തതിൽ എത്രയോ ഖൈറുകൾ ഉണ്ടാവും, വേറെ കുറേ ഖൈറുകൾ അല്ലാഹു അതിനെ തുടർന്ന് നമുക്ക് തരുകയും ചെയ്യും. കാരണം എന്താ? വല്ലാഹു ഗാലിബുൻ അലാ അംരി, അള്ളാഹിൻ്റെ ഇറാദത്ത് അത് പോകും. നമ്മുടെ ഇറാദത്ത് അതിനൊരിക്കലും വിഘ്നോ തടസ്സമാവില്ല, അതാണ് നടപ്പിലാകുക. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ഖൈറുൻ ഹാഫിള വ അർഹമുർ റാഹിമീൻ, അള്ളാഹു സംരക്ഷകനായി ഏറ്റവും ഉത്തമനാണ്, അള്ളാഹു ഏറ്റവും വലിയ കരുണ വാരിധിയുമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഉദ്ദേശം പോകുമ്പോൾ ഒരിക്കലും നമുക്കൊരു അനീതിയോ അക്രമമോ അള്ളാഹുവിൽ നിന്നുണ്ടാവില്ല എന്നുള്ളതാണ്. ഇവിടെ ഉണ്ടോ ഈ ചരിത്രത്തിൻ്റെ ആ ഒരു പരിപ്രേക്ഷ്യത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുന്നത്. വല്ലാഹു ഗാലിബുൻ അലാ അംരിഹി വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആളുകൾ പലപ്പോഴും അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഈ അക്സറുന്നാസ് ലാ യഅലമൂൻ, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ പല പരീക്ഷണങ്ങൾ വരുമ്പോഴും ആളുകൾ നിരാശപ്പെടുന്നത്. ചിലർ നിരീശ്വര നിർമ്മതവാദങ്ങളിൽ വരെ കൂപ്പുകുത്തും. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വലമ്മാ ബലഗ അശുദ്ധഹു ആതൈനാഹു ഹുക്മൻ വഇൽമ വകദാലിക നജ്സിൽ മുഹ്സിനീൻ. വലമ്മാ ബലഗ അശുദ്ധഹു, ബലഗ എന്ന് പറഞ്ഞാൽ എത്തി, അശുദ്ധഹു അശുദ്ധ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഖുവ്വത്തിനും ശക്തിക്കും അതുപോലെ തന്നെ ഇർത്തിഫാ ഉയർച്ചക്കും പറയും. അശുദ്ധ ശക്തി, അതേപോലെ ഇർത്തിഫാ എന്ന് പറഞ്ഞാൽ ഉയർച്ച. വലമ്മ ബലഗ യൂസുഫ് അലൈഹിസ്സലാം എത്തിയപ്പോൾ അശുദ്ധഹു തൻ്റെ അശുദ്ധിൽ എന്നാണ്ട് തൻ്റെ ശക്തിയിൽ അതിൻ്റെ ഒരു പാരമ്യത, അതേപോലെ തന്നെ ഇർത്തിഫാ തൻ്റെ ഉയർച്ചയിൽ അതിൻ്റെ പാരമ്യത. ശദ്ദൻ നഹർ എന്ന് പറയും, പകൽ ഉദിച്ചുയർന്നാൽ ശദ്ദൻ നഹർ, അപ്പോൾ ഉയർച്ച എന്നുള്ളതിന് അത് പറയും. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ അശുദ്ധി പ്രാപിച്ചപ്പോൾ എന്നാണ്. ഇതിൽ നിന്നാണ് ബുലൂഗ്. എന്താ ബുലൂഗ്? ബലഗ, ബുലൂഗ് എന്താ? ബുലൂഗ് എന്ന് പറഞ്ഞാൽ എത്തുക എന്നാണ്. അത് ഫിഖീൻ്റെ ഭാഷയിൽ അൽ ബുലൂഗ് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി എത്തുക എന്നുള്ളതാണ്. പുരുഷന്മാർക്ക് പ്രായപൂർത്തി എത്തിന് ബുലൂഗ്, സ്ത്രീകൾക്ക് പ്രായപൂർത്തി എത്തുമ്പോൾ ബുലൂഗ് എന്ന് പറയും. ഈ വലമ്മ ബലഗ അശുദ്ധഹു, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ അശുദ്ധ ശക്തിയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വളർച്ചയും പാരമ്യത പ്രാപിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ അത് എത്ര പ്രായമായപ്പോൾ. ഇപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു 10 വയസ്സിന് മുന്നാകുമ്പോഴാണ് കൊണ്ടുപോയിട്ട് കിണറ്റിലിടുന്നത് അല്ലേ. പിന്നെ അവിടുന്ന് പുറപ്പെടുവിച്ച് പിന്നെ മിസ്റിലെ സൂക്കിൽ വിൽക്കപ്പെട്ടു. പിന്നെ കൊട്ടാരത്തിൽ അല്ലെങ്കിൽ അസീസിൻ്റെ വീട്ടിൽ പിന്നെ എന്ത് ചെയ്തു,
ഒരു സേവകനായി തുടർന്നു. ആ കാലം എത്ര അതൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഇനി നുബുവത്ത് കൊടുക്കുന്ന വിഷയമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അത് അശുദ്ധ എത്തിയപ്പോൾ എന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് എത്രാമത്തെ പ്രായത്തിൽ? പലരും പറഞ്ഞത് 30ൻ്റെയും 40ൻ്റെയും ഇടയിലുള്ള ആ പീരീഡിനാണ് അശുദ്ധ എന്ന് പറയുക. ഒരു വ്യക്തി തന്നെ 30 പിന്നിട്ട് 40 എത്തുന്നതിന് മുമ്പുള്ള ആ 10 വർഷം, അതാണ് അയാളുടെ അശുദ്ധ്. ചില പറഞ്ഞ 35 മുതൽ 40 ആ പീരീഡിനാണ് അശുദ്ധ്. അതാണ് ഒരാളുടെ ശക്തിയുടെ പൂർണ്ണതയുടെയും അതേപോലെ തന്നെ ഉയർച്ചയുടെ പൂർണ്ണതയുടെയും ഒരു കാലഘട്ടം. ചിലർ പറഞ്ഞ് കുട്ടിയായിരിക്കുകയാണ് അവിടെ എത്തിയത്, 10 വയസ്സിൻ്റെ ചുവടെ, പിന്നെ 18 വയസ്സ് വരെ ഉള്ള ടൈമാണ്. അത് കഴിഞ്ഞിട്ടാണ് വലമ്മ ബലഗ അശുദ്ധ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വലമ്മ ബലഗ അശുദ്ധഹു, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ അശുദ്ധ പ്രാപിച്ചപ്പോൾ, തൻ്റെ വളർച്ചയും അതേപോലെ തന്നെ തൻ്റെ ശക്തിയും പ്രാപിച്ചപ്പോൾ, ആതൈനാഹു ഹുക്മൻ വ ഇൽമ, ആതൈനാഹു അല്ലാഹ് പറയുന്നത് ആതൈന നാം നൽകി, ഹു യൂസുഫിന് അദ്ദേഹത്തിന് നൽകി, ഹുക്മൻ വ ഇൽമൻ, ഹുക്കും ഇൽമ, ഇൽമ അറിവാണ്, ജ്ഞാനം. ഹുക്കും അത് ഹിക്മത്താണ്. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അസ്സവാബു ഫിൽ ഖൗൽ വൽ അമൽ, വാക്കിലും പ്രവൃത്തിയിലും ശരി ഭവിക്കുക. ചിലർ പറഞ്ഞ് അൽ ഖുവൽ അഖ്ലിയ, ദൈക്ഷണികമായ കരുത്ത്. ഇവിടെ ഇൽമ എന്ന് പറഞ്ഞെങ്കിൽ അൽ ഖുവൻ നബ്രിയ, ചിന്താപരമായ അല്ലെങ്കിൽ വീക്ഷണപരമായിട്ടുള്ള കരുത്ത്. ഇവിടെ ഹുക്കുമ് കൊണ്ട് ഇൽമു കൊണ്ട് ഉദ്ദേശം നുബുവത്താണ്, പ്രവാചകത്വം. പ്രവാചകത്വത്തിന് ഹുക്കുമൻ വ ഇൽമൻ എന്ന വിശുദ്ധ ഖുർആനിൽ തന്നെ പ്രയോഗമുണ്ട്. ഹുക്കുമ് ഹിക്മത്താണ്, നമ്മളിപ്പോൾ യുക്തി ജ്ഞാനം തത്വജ്ഞാനം എന്നൊക്കെ പറയുന്ന അർത്ഥത്തിൽ. ഇൽമ് ജ്ഞാനം, ഹുക്കുമും ഇൽമും രണ്ടും കൂടി ആകുമ്പോൾ അത് പൂർണ്ണതയും തികവിനെയാണ് അറിയിക്കുക. അറിവുണ്ട്, അറിവിനനുസരിച്ചുള്ള അമലും ഉണ്ട്. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ചരിത്രം പറയുമ്പോൾ അള്ളാഹു പറഞ്ഞില്ലേ, വകുല്ലൻ ആതൈന ഹുക്മൻ വ ഇൽമ. കുല്ലൻ എന്ന് പറഞ്ഞാൽ കുല്ലം മിൻ ദാവൂദ വ സുലൈമാൻ, ദാവൂദ് സുലൈമാൻ നബിമാർ, കുല്ലൻ ആതൈന നാം നൽകി. എന്ത് നൽകി? ഹുക്മൻ വ ഇൽമൻ, ഹുക്കുമും ഇൽമും നൽകി, നുബുവത്ത് നൽകിയതാണ്. അതോടെ പറയുന്നത് ഫഫഹംനാഹ സുലൈമാൻ, ആ വിഷയം നാം സുലൈമാന് മനസ്സിലാക്കി കൊടുത്തു. എന്നിട്ടാണ് പറയുന്നത് വകുല്ലൻ ആതൈന ഹുക്മൻ വ ഇൽമ. അതായത് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയും സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയും, ദാവൂദ് നബി വാപ്പ, സുലൈമാൻ നബി അലൈഹി മകൻ, രണ്ടാളൊരു കേസിൽ വിധി പറഞ്ഞ്, തീർത്തും ഗവേഷണാത്മകമായിരുന്ന വിധി. അതാണ് എന്ത്? വദാവൂദ വ സുലൈമാൻ ഇദ് യഹ്കുമാനി ഫിൽ ഹർസി ഇദ് നഫശത് ഫീഹി ഗനമുൽ ഖൗം വകുന്നാ ലിഹുക്മിഹിം ഷാഹിദീൻ. ഞാൻ അവിടുത്തെ നമ്മളെ സഭയിൽ തഫ്സീറിൽ വെള്ളിയാഴ്ച രാവിലെ അത് പറഞ്ഞില്ലേ. അതായത് ഒരു സംഘം ആടുകൾ ഒരു കൂട്ടരുടെ കൃഷി വന്ന് നശിപ്പിക്കുകയാണ്. ആടുകൾ കൃഷി നശിപ്പിച്ചപ്പോൾ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക് വിധി തേടിച്ചു വന്നു. അതാണ് അള്ളാഹു പറഞ്ഞത് വദാവൂദ വ സുലൈമാന ഇദ് യഹ്കുമാനി, ദാവൂദും സുലൈമാനും രണ്ടാളും വിധിച്ചു. എവിടെ? ഫി ഹറസിൽ ഖൗം, ഒരു വിഭാഗത്തിൻ്റെ കൃഷിയിടത്തിൻ്റെ വിഷയത്തിൽ. ഇദ് നഫശത് ഫീഹി ഗനം, ഇദ് യഹ്കുമാനി ഫിൽ ഹർസ്, കൃഷിയിൽ വിധി പറഞ്ഞു. ഇത് നഫശത് ഫീഹി ഗനമുൽ ഖൗം, ഒരു വിഭാഗത്തിൻ്റെ ആടുകൾ ആ കൃഷിയെ എന്ത് ചെയ്ത് നശിപ്പിച്ചപ്പോൾ. അപ്പോഴാണ് ദാവൂദ് നബി വിധി പറഞ്ഞത്, പിന്നെ സുലൈമാൻ നബി വിധി പറഞ്ഞത്. വകുന്നാ ലിഹുക്മിഹിം ഷാഹിദീൻ, അള്ളാഹ് പറയണം അവർ രണ്ടാളും വിധിച്ചപ്പോൾ അവരുടെ വിധിക്ക് നാം സാക്ഷിയായിരുന്നു. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം വിധിച്ചത് എന്താ? നമ്മളെന്താ പറഞ്ഞത്? ആടുകൾ കൃഷി നശിപ്പിച്ചപ്പോൾ എങ്ങനെ വിധിച്ചത് ദാവൂദ് നബി? ആരുടെ ആടുകളാണോ കൃഷി നശിപ്പിച്ചത് ആടുകളെ കൊടുക്കാം, ഇവർക്ക് കൊടുക്കാൻ പറഞ്ഞു. നശിപ്പിച്ച ആടുകളെ ഈ കൃഷിക്കാർക്ക് കൊടുക്കാൻ പറഞ്ഞു. അതിൽ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ വിധിയിൽ ശരിയുണ്ട്, ന്യായമുണ്ട്. പക്ഷേ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു? ആ വിധിയിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ഗവേഷണം പറഞ്ഞു. അതെന്താണ്? ആടുകളെ കൃഷിക്കാർക്ക് കൊടുക്കാൻ പറഞ്ഞു, കൃഷിഭൂമിയെ ആടിൻ്റെ ആളുകൾക്ക് കൊടുക്കാൻ പറഞ്ഞു. ആടുകളെ ആരെടുക്കണം? ഭൂമിൻ്റെ ആളുകൾ എടുക്കുക, കൃഷി ആടുകളുടെ ആളുകൾ എടുക്കുക. എന്നിട്ട് അവർ ഈ കൃഷി നന്നാക്കണം, പഴയതുപോലെ കേടാകുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നോ കൃഷി അതേപോലെ ഈ കൃഷിയെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം? ഇവർക്ക് കൈമാറണം. അപ്പോൾ ആടുകളെ തിരിച്ചും കൊടുക്കണം. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിധി അല്ലേ? അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല
പറയുന്നത്. ഫഫഹംനാഹ സുലൈമാൻ, നാം ഈ കാര്യം സുലൈമാന് മനസ്സിലാക്കി കൊടുത്തു. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിധിയായിരുന്നു അവിടെ പിന്നെ കൂടുതൽ ശരിയോടടുത്തത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഈ വിഷയത്തിലുള്ള വിധി സുലൈമാൻ നബിക്ക് നാം മനസ്സിലാക്കി കൊടുത്തു. വകുല്ലൻ ആതൈനാ ഹുക്മൻ വ ഇൽമ, എല്ലാവർക്കും ദാവൂദിനും സുലൈമാനും നാം എന്ത് കൊടുത്തിട്ടുണ്ട്? ഹുക്കുമും എൽമും കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നുബുവത്ത് നൽകിയിട്ടുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ രണ്ടാളുടെയും വിധി എന്താണ്? ശരി തന്നെയാണ്. പക്ഷേ കൂടുതൽ ശരി പിന്നീട് വന്ന സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിധിയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ വിധിക്കുകയാണ് ചെയ്തത്. ഒരു പിന്നെ ഇതിൽ ചരിത്രമുണ്ട് ഈ വിഷയത്തിൽ. എന്ന് വെച്ചാൽ ഈ അമവികളുടെ ഭരണകാലത്ത് ഈ സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് ഭരണം നടത്തുമ്പോൾ, ഖലീഫ സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് ഭരണം നടത്തുമ്പോൾ, സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് മിമ്പറിൽ കയറ്റി ഖുതുബ പറയാം. ഖുതുബ പറയുമ്പോൾ പിന്നെ ഷാമിൽ അടുത്തൊരു ചർച്ച് ഉണ്ടായിരുന്നു. ചർച്ച് ബിഅത്ത് എന്നാണ്. ഒന്നുകിൽ ചർച്ചാകാം അല്ലെങ്കിൽ യഹൂദരുടെ ആരാധനാലയമാകാം. അവിടുന്ന് ഈ ചെണ്ടമുട്ടി ജുമാൻ്റെ സമയത്ത് ഖലീഫേനെ മിമ്പർ കയറിയിരിക്കുന്നത്. അപ്പോഴാണ് ചെണ്ടമുട്ടുന്നത് മറ്റുള്ള. അതിൽ ഖലീഫയ്ക്ക് ദേഷ്യം പിടിച്ചിട്ട് ആ മഠം തന്നെ പൊളിക്കാൻ പറഞ്ഞു. മഠം പൊളിക്കാൻ പറഞ്ഞു. ഖലീഫ ഉത്തരവിട്ടപ്പോൾ പൊളിച്ച്. കാരണം ജുമ്മേൻ്റെ സമയത്ത് ആ നേരത്തെ അവർ ചെണ്ട മുട്ടിയപ്പോൾ അദ്ദേഹത്തിന് ചൂടായത്. അപ്പോൾ റോമക്കാർ ഭരണാധികാരി ഇടപെട്ടിട്ട് പറഞ്ഞ് അമീർ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്കിനോട് പറഞ്ഞ്, സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് ഒന്നുകിൽ താങ്കൾ ശരി, താങ്കളുടെ പൂർവികർ തെറ്റ്, അല്ലെങ്കിൽ താങ്കൾ തെറ്റ്, പൂർവികർ ശരി. കാരണം എന്താ, ഇത് ഇന്നുള്ളതല്ല. ഈ ബിഅത്ത് ഇവിടെ ഈ ആരാധനാലയം ഇതിനു മുമ്പുണ്ട്. അവിടെ ഇതിനു മുമ്പും ചെണ്ട വെട്ടിയിട്ടുണ്ട്. പക്ഷെ അന്ന് നിങ്ങളുടെ പൂർവികരാരും ഇത് പൊളിച്ചിട്ടില്ല. അപ്പോൾ ഒന്നുകിൽ അവർ തെറ്റ്, നിങ്ങൾ ശരി, അല്ലെങ്കിൽ നിങ്ങൾ ശരി, അവർ തെറ്റ് എന്ന് റോമക്കാർ അവിടുന്ന് പറഞ്ഞു. അപ്പോൾ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് നമുക്കതിനൊരു മറുപടി കൊടുക്കണം. ഇവർക്ക് റോമക്കാർക്ക് ഒരു മറുപടി കൊടുക്കണം. അപ്പോൾ ആര് അതിൽ പ്രതികരിക്കും എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ അമവികളുടെ കവി ഫറസ്ദക് അമീർ മുഅ്മിനീൻ ഞാൻ മറുപടി കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ എന്താ മറുപടി കൊടുത്തത്? മറുപടി കൊടുത്താണിത്: ഫഫഹംനാഹാ സുലൈമാൻ വകുല്ലൻ ആതൈനാ ഹുക്മൻ വ ഇൽമ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫഫഹംനാഹാ സുലൈമാൻ, ഈ വിഷയത്തിൽ അതിൻ്റെ വിധി നാം സുലൈമാനാണ് മനസ്സിലാക്കി കൊടുത്തത്. വകുല്ലൻ ആതൈനാ ഹുക്മൻ വ ഇൽമ, അതിൻ്റെ അർത്ഥം പൂർവികർ തെറ്റാണെന്നല്ല. പിന്നെ വകുല്ലൻ ആതൈനാ ഹുക്മൻ വ ഇൽമ, മുമ്പുള്ളവർക്കും എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഇൽമും ഹുക്മും നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ വിഷയത്തിലുള്ള വിധി നാം സുലൈമാനാണ് മനസ്സിലാക്കി കൊടുത്തത് എന്ന് അദ്ദേഹം മോദിന്നാണ്. ഇവിടെ സുലൈമാൻ സുലൈമാൻ തന്നെയാണ്. പേര് സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്കാണ്. സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്കിന് മുമ്പ് വലീദ് ബിൻ അബ്ദുൽ മലിക്കിന് മുമ്പ് വാപ്പ അബ്ദുൽ മലിക്, പിന്നെ മർവാൻ, ഇവരൊക്കെ ഭരിച്ചിട്ടല്ല. അപ്പോൾ അവർ ചൂണ്ടിയിട്ടാണ് പറയുന്നത് ഒന്നുകിൽ അവർ തെറ്റ് നിങ്ങൾ ശരി, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റ് അവർ ശരി എന്ന് പറഞ്ഞത് റോമക്കാർ. അല്ലാക്കുല്ലേൻ ഞാനതിങ്ങനെ പറഞ്ഞപ്പോൾ അത് ഒരു ചരിത്രം ഓർത്താണ്. നമ്മുടെ വിഷയം അതാണ്. വലമ്മ ബലഗ അശുദ്ധഹു, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ അശുദ്ധ പ്രാപിച്ചപ്പോൾ ആതൈനാഹു, നാം അദ്ദേഹത്തിന് നൽകി ഹുക്മൻ വ ഇൽമൻ, ഹുക്കുമും ഹിക്മത്തും വ ഇൽമൻ, ഇൽമും ജ്ഞാനവും നൽകി. ചിലർ പറയും ഇത് ഇൽമൻ എന്ന് പറഞ്ഞാൽ അൽ ഇൽമുൻ നാഫിഅ്, ഉപകാരപ്രദമായ അറിവ്. ഹുക്കും എന്ന് പറഞ്ഞെങ്കിൽ അൽ അമലു സാലിഹ്, സാലിഹായ പ്രവൃത്തി. വാക്കിലും പ്രവൃത്തിയിലൊക്കെ വരുന്ന ശരി, അതിനാണ് ഹുക്കും എന്ന് പറയുക, ഹിക്മത്ത്. പിന്നെ ജ്ഞാനം, നുബുവത്ത് നൽകി ഉദ്ദേശം. എന്നിട്ട് അള്ളാഹ് പറയാണ് വകദാലിക നജിസിൽ മുഹ്സിനീൻ. വകദാലിക വകദാലിക എന്ന് പറഞ്ഞാൽ എന്താ? ഇതുപോലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞതുപോലെ നജിസി, നാം പ്രതിഫലം നൽകും. ആർക്ക്? അൽ മുഹ്സിനീൻ, ഇഹ്സാനിൻ്റെ ആളുകൾക്ക്, മുഹ്സിനീങ്ങൾക്ക്. ഇത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മാത്രം അള്ളാഹു നൽകുന്ന ഒരു ഔദാര്യമോ അനുഗ്രഹമല്ല. പിന്നെയോ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചു, ബഹുമാനിച്ചു. ഈ ആദരവും ബഹുമാനവും മുഹ്സിനീങ്ങളായവർക്കൊക്കെയും അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വിഷയം ഇനി നമുക്ക് ഇതിൽ സൂറത്ത് യൂസുഫിൽ കുറേ ഇത് വരും. ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ എന്നൊക്കെ പറഞ്ഞിട്ട് മുഹ്സിനീൻ വരും. ഇഹ്സാനിൽ നിന്നാണ് പിന്നെ മുഹ്സിനീൻ. എന്താ ഇഹ്സാൻ? ഇഹ്സാൻ മറ്റുള്ളവരോടുണ്ട്. ഇഹ്സാൻ സ്വന്തം അളവിലുണ്ട്. ഒരു വ്യക്തി സ്വന്തം ചെയ്തികളിൽ ഇഹ്സാനുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് നേരെയുള്ള ഇഹ്സാൻ, ഇനാം, അതും ഇഹ്സാനാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ.
വ ഈതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അള്ളാഹു അദ്ല് കൊണ്ടും ഇഹ്സാൻ കൊണ്ടും കൽപ്പിക്കുന്നു അല്ലേ. ആയതിൻ്റെ തഫ്സീറിൽ ഈ ഇഹ്സാൻ്റെ നിർവചനത്തെ പറഞ്ഞപ്പോൾ ചില പണ്ഡിതന്മാർ പറഞ്ഞത് അതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ നീതി എന്ന് പറയും. പക്ഷേ ഒരു വ്യക്തിക്ക് നൽകാനുള്ളത് നൽകുകയും തനിക്ക് സ്വീകരിക്കാനുള്ളത് സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് അതിൽ. നൽകാനുള്ളത് ഒരാൾക്ക് നൽകുക പൂർണ്ണ അളവിൽ, തനിക്ക് സ്വീകരിക്കാനുള്ളത് സ്വീകരിക്കുക, എന്താണോ അതാണ് അതിൽ. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് നൽകുമ്പോൾ കൂടുതൽ നൽകുകയും തനിക്ക് ലഭിക്കാനുള്ളത് എന്തല്ല പരിമിതപ്പെടുത്തുകയും ചെയ്യുക, അതാണ് ഇഹ്സാൻ. അപ്പോൾ താൻ നൽകുമ്പോൾ മറ്റുള്ളവർക്ക് നൽകേണ്ടത് കൂടുതലാക്കുകയും താൻ കൊള്ളേണ്ടത് പരിമിതപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അതിന് ഇഹ്സാൻ എന്ന് പറയും. അതിലോ കൊടുക്കാനുള്ളത് എന്താണോ അത് കൊടുക്കുക, കൊള്ളാനുള്ളത് എന്താണോ അത് കൊള്ളുക. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാണ്. അത് അതിൻ്റെ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇഹ്സാൻ അറിയിക്കുന്നത് എന്താണ്? ഇഹ്സാൻ നമ്മളിപ്പോൾ സുഹൃതം എന്ന് പറയും. അത് ഒരു വിശാലമായ ആശയത്തെ പ്രദാനം ചെയ്യുന്ന ഒരു സംജ്ഞയാണ്. ചിലർ പറഞ്ഞു ലുബ്ബുൽ ഈമാൻ വ ഖമാലുഹു, ഈമാനിൻ്റെ ലുബ്ബ്, സത്ത, അതേപോലെ തന്നെ അതിൻ്റെ പൂർണ്ണത, അതാണ് ഇഹ്സാൻ. ഈമാനുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈമാൻ അയാളെ എങ്ങനെ നിസ്കരിപ്പിക്കുക? ഒരാളുടെ ഈമാൻ സാക്ഷാത്കൃതമാണ്, സത്യസന്ധമാണ് എങ്കിൽ അയാൾ എങ്ങനെ നിസ്കരിക്കുക? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അള്ളാഹു തന്നെ കാണുന്നു എന്ന ബോധ്യത്തിലുള്ള നിസ്കാരമാണ്. അള്ളാഹു കാണുന്നില്ലെങ്കിൽ നാം അള്ളാഹിനെ കാണുന്നില്ലെങ്കിൽ അള്ളാഹു നമ്മളെ കാണുന്നുണ്ട്. അപ്പം ഞാൻ അള്ളാഹുവിനെ കാണുന്നു എന്ന പോലെയുള്ള നിസ്കാരം, അത് നിസ്കരിപ്പിക്കലാണ് ഇഹ്സാൻ. ഈമാനുള്ള ഒരാൾക്ക് അങ്ങനെ നിസ്കരിക്കാൻ പറ്റുള്ളൂ അല്ലേ? ഈമാൻ്റെ അടയാളല്ലേ നിസ്കാരം. പക്ഷേ അതിൻ്റെ ലുബ്ബാണെന്ത്? അതിൻ്റെ ലുബ്ബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സത്തയാണ് ഇഹ്സാൻ. ചില നിവേദനങ്ങളിൽ അൻ തഖ്ശല്ലാഹ കഅന്നക തറാന്നാണ്. നീ അള്ളാഹിനെ പേടിക്കലാണ്. കഅന്നക തറാഹു, നീ അള്ളാഹിനെ കാണുന്നത് പോലെ. അപ്പം പിന്നെ നമ്മൾ അള്ളാഹുവിനെ കാണുന്ന പോലെയാണ് നമ്മൾ അള്ളാഹിനെ ഭയക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും? അതാണ് ഈമാൻ്റെ ലുബ്ബ്. അതേപോലെ തന്നെ ഈമാൻ്റെ പൂർണ്ണത, അതാണ് ഇഹ്സാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സ്വഭാവങ്ങളൊക്കെ ഇപ്പം നമ്മൾ മറ്റുള്ളവരോട് ഇഹ്സാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറക്കണ മൃഗത്തിനെ, ഒരുത്തനും മൃഗത്തെ കിടത്തിയിട്ടിട്ട് മൂപ്പര് കത്തി എടുത്തിട്ട് മുറിച്ച് വിട്ടണ് കാണുകയാണ്. അറക്കാൻ വേണ്ടിയിട്ട് കിടത്തി വെക്കുന്നതിന് ശേഷം അപ്പോഴാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ ഇടപെട്ട് പറഞ്ഞത് ഇന്നല്ലാഹ മുഹ്സിൻ യുഹിബ്ബുൽ ഇഹ്സാൻ. അള്ളാഹു മുഹ്സിനാണ്, ഇഹ്സാനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അറക്കുകയാണ് എങ്കിൽ ഫൽ യുഹ്സിനി ദിബ്ഹ, അറവ് ഇഹ്സാൻ ഉള്ളതാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അറക്കണ മൃഗത്തോട് പോലും ഇഹ്സാൻ. അപ്പോൾ മുഹ്സിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മുഹ്സിനീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആശയവൈപല്യം മനസ്സിലാക്കാനാണ് ഈ ഉദാഹരണങ്ങൾ പറഞ്ഞത്. നമ്മൾ കൊടുക്കേണ്ടത് അതിനേക്കാൾ കൂടുതൽ ആദരപൂർവ്വം നൽകുക. അതേപോലെ തന്നെ നമ്മൾ പ്രവൃത്തി ചെയ്യുമ്പോൾ അറിവിൻ്റെ വിഷയമാണെങ്കിലും അത് മറ്റുള്ളവരോട് മാന്യമാക്കുക. അള്ളാഹുൽ ഇബാദത്ത് അത് നിർവഹിക്കുമ്പോൾ നമ്മൾ ഈ ഒരു വികാരത്തിൽ നമ്മൾ അള്ളാഹുവിനെ കാണുന്നു, നമ്മൾ അവനെ കാണുന്നില്ലെങ്കിൽ അവൻ നമ്മളെ കാണുന്നു എന്നുള്ള ആ ഒരു ബോധത്തിലുള്ള നിസ്കാരം, ഇതൊക്കെയാണ് മുഹ്സിൻ. അങ്ങനെയുള്ളവർക്കാണ് അള്ളാഹു പറയുന്നത് നജ്സി. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അതിൻ്റെ ഒരു തികഞ്ഞ ഉദാഹരണമായിരുന്നു. നമുക്ക് ഇൻഷാ അല്ലാഹ് ഇവിടെ ഇതിൽ കുറേ പ്രാവശ്യം അത് വരും, ഈ മുഹ്സിൻ എന്നുള്ള വിഷയം. അപ്പോൾ അവിടെ നമുക്ക് അതിൻ്റെ ഒരു ഉദാഹരണങ്ങൾ വരും ഇൻഷാ അല്ലാഹ്. അള്ളാഹു പറയുന്നത് വകദാലിക നജ്സി, ഇതുപോലെ നാം പ്രതിഫലം നൽകും അൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങൾക്ക്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥയുടെ ഏറ്റവും ഒരു ഈ സൂറത്ത് യൂസുഫിലെ ഏറ്റവും ഒരു ഗൗരവപ്പെട്ടൊരു ഭാഗമാണിത്. ഏതാനും ആയത്തുകൾ അള്ളാഹു പറയണം. ഇപ്പം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹുക്മും ഇൽമും നൽകി. ഹിക്മത്തും ഇൽമും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി ആദരിച്ചതിന് ശേഷം ആ രണ്ട് ഗുണങ്ങൾ സന്നിവേശിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങളിൽ, അതേപോലെ തന്നെ പ്രതിസന്ധികൾ, പ്രത്യേകിച്ച് ജഡികയുമായി ലൈംഗികതയുമായി ബന്ധപ്പെട്ടൊന്നുകൂടി അങ്ങനെ പറയാം, പരീക്ഷിക്കപ്പെട്ടാൽ അത് എങ്ങനെ തരണം ചെയ്യും, അതിലെങ്ങനെ വിജയം നേടാനാകുമെന്നതിൻ്റെ ഒരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുന്നതിന് മുമ്പാണ് പറഞ്ഞത് വലമ്മ ബലഗ അശുദ്ധഹു ആതൈനാഹു എന്നാണ്.
ഒരു വ്യക്തി അയാളുടെ അശുദ്ധ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ പറഞ്ഞത്, അയാളുടെ ശാരീരിക ക്ഷേമുഷി, കരുത്ത്, പിന്നെ വളർച്ചയുടെ ആ പൂർണ്ണത, ഇത് പ്രാപിച്ചപ്പോഴാണ് അള്ളാഹു ഹുക്മും ഇൽമും നൽകിയത്. അവിടെയാണ് ഇത് വരുന്നത്. വറാവദത്ഹുല്ലതി ഹുവ ഫീ ബൈതിഹാ അൻ നഫ്സിഹി വഗല്ലഖത്തിൽ അബ്വാബ് വഖാലത് ഹൈത ലക് ഖാല മഅദല്ലാഹ് ഇന്നഹു റബ്ബി അഹ്സന മസ്വായി ഇന്നഹു ലാ യുഫ്ലിഹു ദ്ദാലിമൂൻ. വറാവദതുഹു, ഈ റാവദ എന്നത് പിന്നെ ഉദ്ദേശത്തെയാണ് അറിയിക്കുന്നത്. ഉദ്ദേശം റാവതയാകുമ്പോൾ ഉദ്ദേശം, അവിടെയും ഉദ്ദേശമുണ്ട് ഇവിടെയും ഉദ്ദേശമുണ്ട്. ഈ ഉദ്ദേശത്തിലുള്ള സംഘട്ടനം വറാവദതുഹു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തഫ്സീറുകളിൽ കാണാം അൻ തുനാസിയ ഗൈറക ഫിൽ ഇറാദ എന്നാണ്. ഉദ്ദേശത്തിൽ നീ മറ്റുള്ളവരോട് സംഘട്ടനത്തിലാകുക. സംഘട്ടനത്തിലാകുക, ഞാൻ ഉദ്ദേശിക്കുന്നു, മറ്റൊരാൾ ഉദ്ദേശിക്കുന്നു, രണ്ടാളുടെയും ഉദ്ദേശം സംഘടനത്തിലാകുക. അതാണ് പിന്നെ അതിൻ്റെ ഒരു അർത്ഥം. ഇവിടെ വറാവദതുഹു എന്നാണ്. അവൾ അദ്ദേഹത്തോട് മുറാവദ നടത്തിയതാണ്. മുറാവദ, അവൾക്കൊരു ഉദ്ദേശമുണ്ട്, അദ്ദേഹത്തിനൊരു ഉദ്ദേശമുണ്ട്. രണ്ടുപേരും ആ ഉദ്ദേശങ്ങൾ, തങ്ങളുടെ ഉദ്ദേശങ്ങളിൽ എന്താണ്, സംഘട്ടനത്തിലാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ പ്രാപിക്കണം എന്നുള്ളതാണ് അവളുടെ ഉദ്ദേശം. തൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കണം എന്നുള്ളതാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉദ്ദേശം. അതാണ് രണ്ട് ഉദ്ദേശങ്ങൾ തമ്മിലുള്ളതായ സംഘട്ടനം ഇവിടെ വരുന്നത്. വറാവദതുഹു അല്ലതി ഹുവ ഫീ ബൈതിഹ, അല്ലതി എന്ന് പറഞ്ഞാൽ യാതൊരുവൾ ഉദ്ദേശത്തിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് കടപിടിച്ചു സംഘട്ടനത്തിലായി. അല്ലതി, അവർ എങ്ങനെയുള്ളവരാണ്? ഹുവ ഫീ ബൈതിഹ, ഹുവ യൂസുഫ്, അദ്ദേഹം ഫീ ബൈതിഹ, അവളുടെ അല്ലെങ്കിൽ അവരുടെ വീട്ടിലാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഏതൊരുവളുടെ വീട്ടിലാണോ അവൾ യൂസുഫിനോട് ഉദ്ദേശത്തിൽ സംഘടനത്തിലായി, ഏറ്റുമുട്ടലിലായി. ചിലർ പറഞ്ഞ ഇത് ലീനോട് കൂടി, റിഫ്കോട് കൂടിയിട്ടുള്ളതായ മുസാഹബത്താണെന്ന്. വളരെ മൃദുലമായി, വളരെ മാന്യമായി പെരുമാറിയെന്നാണ്. അങ്ങനെ തഫ്സീറുണ്ട്. അപ്പോൾ വറാവദതുഹു അല്ലതി ഹുവ ഫീ ബൈതിഹ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഏതൊരുവളുടെ വീട്ടിലാണോ അവർ യൂസുഫിനോട് മയത്തിൽ, നൗർമല്യത്തിൽ പെരുമാറി. ഇവിടെ അൻ നഫ്സിഹി എന്ന് പറഞ്ഞു. ഈ അൻ അൽ മുജാസാത്ത് എന്നാണ് പറയുന്നത്. മുജാസാത്ത് അതൊരു മുഖാദയെ അറിയിക്കും, മുഖാദയെ അറിയിക്കുന്നതാണ്. മുഖാദ എന്ന് പറഞ്ഞിട്ട് ഒരു ചതിപ്രയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് എന്തില്ല, ഇവരുടെ ഉദ്ദേശമല്ല. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഉദ്ദേശമില്ല എന്നിട്ടും ചതിപ്രയോഗത്തിലൂടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയാണ് ഉദ്ദേശത്തിൽ അവൾ എന്ത് ചെയ്യാണ്, പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് മുട്ടുകയാണ്, അവരുടെ ഉദ്ദേശം നടപ്പിലാക്കാൻ. അതാണ് വറാവദതുഹു അല്ലതി ഹുവ ഫീ ബൈതിഹ അൻ നഫ്സിഹി. അതാണ് അതിൻ്റെ പിന്നെ ആ പ്രയോഗങ്ങളുടെ പ്രത്യേകത. അൻ നഫ്സിഹി എന്ന് പറഞ്ഞപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പരിശുദ്ധിയെ അറിയിക്കാനാണത്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ഇവരുടെ ഉദ്ദേശമേ ഇല്ല, എന്നിട്ടും ചതിയിലൂടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ തൻ്റെ ഉദ്ദേശത്തിന് പിന്നെ വഴങ്ങാൻ വേണ്ടിയിട്ട് അവൾ എന്ത് ചെയ്യാണ്, അവർ പരിശ്രമിക്കുകയാണ് എന്നുള്ളതാണ് ഇവിടെ അറിയിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വറാവദതുഹു അല്ലതി എന്നാണ്. ഇവർക്ക് പേരുണ്ട്, റായിൽ, അല്ലെങ്കിൽ അവൾ സലീഖ അല്ലെങ്കിൽ സുലൈഖ, അതങ്ങനെ പ്രസിദ്ധമാണല്ലോ, സലീഖ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞില്ല. ഇംറഅത്തുൽ അസീസ് എന്ന് പോലും പറഞ്ഞില്ല. പിന്നെയോ വറാവദതുഹു അല്ലതി ഹുവ ഫീ ബൈതിഹ എന്നാണ്. അപ്പോൾ ഇതിലുള്ളത് പിന്നെ ഇതിപ്പോൾ ഒരു പ്രായത്തിൻ്റെ ചാബല്യാണത്. ഏതാരിൽ നിന്നെങ്കിലും വന്നു പോയിട്ടുണ്ട് എങ്കിൽ ആ വ്യക്തിയെ പിന്നെ അതിൻ്റെ പേരിൽ വ്യക്തിഹത്യ നടത്തുക എന്നുള്ളത് അകാരണമായി പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഈ ഒരു ശൈലി അറിയിക്കുന്നത് എന്നാണ്. പിന്നെ ഹുവ ഫീ ബൈതിഹ എന്നാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, എൻ്റെ ഒരു ഇഷ്കാലാണിത്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നുവെങ്കിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആക്ഷേപിക്കപ്പെടാൻ അർഹനായിരുന്നു. പക്ഷേ അവരുടെ വീട്ടിലാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം
അവിടെ ഒരു ജോലിക്കാരനാണ്. അവരുടെ വീട്ടിൽ അവരുദ്ദേശിക്കുകയാണ്, ഒരു വേള യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്നൊരു വീഴ്ച വന്നാൽ തന്നെ, അങ്ങനെ ഉണ്ടാവില്ല, ഹാഷാലില്ല, അങ്ങനെ ഉണ്ടാവില്ല, പക്ഷേ ഉണ്ടായാൽ തന്നെ അവരുടെ വീട്ടിലാണ്, അവിടുത്തെ ജോലിക്കാരനാണ്. അതിലൊരു കുറ്റാരോപണം വന്നിട്ടുണ്ടെങ്കിൽ അത് ഏൽക്കേണ്ടത് ആ വീട്ടുകാരിയാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആ നാട്ടുകാരനല്ല, ആ വീട്ടുകാരനല്ല, അവിടേക്ക് കൊണ്ടുവരപ്പെട്ട കാശിന് വാങ്ങിക്കൊണ്ട് വന്നിട്ട് അവിടെ നിർത്തപ്പെട്ട ആളാണ്, ജോലിക്ക് നിർത്തപ്പെട്ട ആളാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുവ ഫീ ബൈതിഹ എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറഞ്ഞത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എന്നിട്ടും ഒരു തെറ്റ് വന്നു പോയാൽ തന്നെ തൻ്റെ നേരെയല്ല വിരലുകൾ വരിക, പിന്നെ ആ വീട്ടുകാരിയുടെ നേരെയാണ് വരിക. പക്ഷേ എന്നിട്ടും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ്. അതാണ് ഇവിടെ ഈ ബൈത്തിഹ എന്ന് പറഞ്ഞതിലെ പിന്നെ പൊരുളായിട്ട് തഫ്സീറുകൾ നമ്മൾ വായിക്കണത്. പിന്നെ ഇവിടെ ബൈത്തുഹ അവളുടെ വീടല്ല, അത് ധാര വീടാ, അസീസിൻ്റെ വീടാണ്. അസീസിൻ്റെ വീടാണ്, ഇനി ഇവിടെ വരും. പക്ഷേ എന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അവളുടെ വീട് എന്ന് പറഞ്ഞത് അതൊരു പ്രയോഗമാണ്, ആലങ്കാരികമായിട്ടുള്ളൊരു പ്രയോഗമാണ്. പിന്നെ അതെന്തിനാണ് ആ പ്രയോഗം നടത്തിയത്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എന്നിട്ടും തൻ്റെ പവിത്രത, പരിശുദ്ധി സൂക്ഷിച്ചു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ മഹദി വറാവദതുഹു ലത്തി ഹുവ ഫീ ബൈതിഹ അൻ നഫ്സിഹി വഗല്ലഖത്തിൽ അബ്വാബ്. ഗല്ലഖ എന്ന് പറഞ്ഞാൽ എന്താ? ഗല്ലഖ നമ്മൾ പിന്നെ ആ പ്രയോഗം ഗല്ലഖ, അഗ്ലഖ ഉണ്ട്, ഗല്ലഖ ഉണ്ട്. അഗ്ലഖ എന്ന് പറഞ്ഞാൽ അടച്ചു എന്നാണ്, ഗല്ലഖ എന്ന് പറഞ്ഞാലും അടച്ചു. നമ്മൾ അൻസല നസ്സല, ഈ ഫെയിലിൻ്റെ പ്രത്യേകത അത് കേവലം ഒരു അടക്കലല്ല, പിന്നെയോ അത് ശ്രമകരമായിട്ടുള്ള അടക്കലാണ്. അതാണ് ഗല്ലഖ. അഗ്ലഖ പ്രയോഗിക്കാതെ ഗല്ലഖ പ്രയോഗിച്ചത്. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ, പിന്നെ ഈജിപ്തിൽ കുട്ടികളെ അർത്ഥിനെ കുറിച്ച് എന്താ പറഞ്ഞത്? യുദബ്ബിഹൂന അബ്നാഅഹും എന്നാണ്. ഫിറഔന്റെ കാലത്ത് യുദബ്ബിഹൂന, ദബ്ബഹ എന്ന് പറഞ്ഞാൽ എന്താ? ദബഹ എന്ന് പറഞ്ഞാൽ തന്നെ അർത്തു, ദബഹ. പക്ഷേ ദബ്ബഹ എന്ന് പറഞ്ഞാൽ എന്താ? ആ അറിവ് കുറച്ച് തീവ്രമായ രൂക്ഷമായ രീതിയിലാണ്. അതാണ് യുദബ്ബിഹൂന എന്ന് പറഞ്ഞാൽ, ദബ്ബഹ പറഞ്ഞത്. അതേപോലെയാണ് ഗല്ലഖ. കേവലം ഒരു അടക്കലല്ല, അതിലൊന്ന് മെല്ലെ ചാരി, അല്ലെങ്കിൽ അതിലൊന്ന് മെല്ലെ ചാരി അടച്ചു കുറ്റിയിട്ടു, അതല്ല. പിന്നെ ശ്രമകരമായിട്ടാണ് അവരെന്ത് ചെയ്തത്? അടച്ചത്. അതും ഒരു വാതിലല്ല, വഗല്ലഖത്തിൽ അബ്വാബ്, ബാബുകളാണ് അടച്ചത്. കാരണം ഇത് ഒരു അസീസ് മിസ്റിൻ്റെ വീടല്ലേ. അസീസ് മിസ്ർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം രാജാവിനോട് ഏറ്റവും അടുത്ത സ്ഥാനം വർഷിക്കുന്ന ആളാണ്, അങ്ങനെയുള്ള വീടാണ്. അപ്പോൾ അവിടെ വാതിലുകളാണ്. അതുകൊണ്ട് തന്നെ ചില തഫ്സീറുകളിൽ 7 വാതിലുകൾ അടച്ചു എന്നാണ്. വഗല്ലഖത്തിൽ അബ്വാബ്, ബാബുകൾ അടച്ചു. ബാബ് എന്ന് പറഞ്ഞാൽ വാതിൽ, അവിടെ അബ്വാബ് അതിൻ്റെ ബഹുവചനം. വാതിലുകൾ അവർ കൊട്ടിയടച്ചു. തീർന്നില്ല. വഖാലത്ത് ഹൈതലക്. ഈ ഹൈത്ത് എന്നുള്ളത് അതിന് 5 ഖിറാഅത്തുണ്ട്. ഹൈതലക്, അതേപോലെ ഹീ തലക്, ഖാലത്ത് ഹീ തലക്. പിന്നെ ഇത് ഹൈത്ത ഇങ്ങനെ ഖിറാഅത്തുണ്ട്. പിന്നെ ഹൈത്തു എന്ന് ഖിറാഅത്തുണ്ട്, ഹീത്തു എന്ന് ഖിറാഅത്തുണ്ട്. പിന്നെ ഇവിടെ ഹംസ കൊടുത്തിട്ടുള്ള ഖിറാഅത്തുണ്ട്. ഹി ഇത്തു ഇങ്ങനെ ഖിറാഅത്തുണ്ട്, ഹി ഇത്തു ഹംസയുള്ള ഖിറാഅത്ത്. ഒക്കെ പിന്നെ പ്രസിദ്ധമായ ഖിറാഅത്തുകളാണ്. പക്ഷേ എല്ലാ ഖിറാഅത്ത് പ്രകാരവും ഹൈ തലക്, ഹീ തലക്, ഹീത്തു, അതേപോലെ തന്നെ ഹൈത്തു, ഇതൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അർത്ഥം അക്ബിൽ. എല്ലാ ഖിറാഅത്ത് പ്രകാരം അർത്ഥം അക്ബിൽ, വരൂ എന്നാണ്. താൽ. വഖാലത്ത്, ഈ മഹദി പറഞ്ഞു. ഹൈത്ത്, ഹൈത്ത് എന്നാണ് എന്താ? അക്ബിൽ, വരൂ. താൽ, ഈ ഹൈത്ത പറഞ്ഞാൽ തന്നെ ആളോട് വരാൻ പറയാനാണ്. പിന്നെ ഈ ലക്ക ഉണ്ടല്ലോ, ആ ലക്ക അവിടെ ഹൈത്ത എന്ന് പറഞ്ഞാൽ വരൂ. പിന്നെ ലക്ക എന്ന് പറഞ്ഞാൽ നീ പോനെ വേറെ ആരെങ്കിലും വിളിച്ചാൽ തിരിഞ്ഞു നോക്കണ്ട, ലക്ക നിന്നെ തന്നെയാണ് ഉദ്ദേശം. അതാണ് ഈ ലക്ക കൊണ്ട് മുഷ്കിലാഹതി. ലക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ ആരെയല്ല ഉദ്ദേശിച്ചത്, നിന്നെയാണ് ഉദ്ദേശിച്ചത്, അതുകൊണ്ട് നീ വാ എന്നാണ് പറയണത്. അതാണ് ഇവിടെ ഈ ലക്കൻ്റെ പൊരുൾ. അതില്ലാതെ തന്നെ എന്താണ്? വഖാലത്ത് ഹൈത്ത് എന്ന് പറഞ്ഞാൽ വരൂ എന്നാണ്. ഒരാളെ നോക്കിയിട്ട് ഹൈത്ത് എന്ന് പറഞ്ഞാൽ അയാൾ വരാനാണ്. പക്ഷേ അവിടെ ലക്ക എന്നുള്ളത് പറഞ്ഞപ്പോൾ പിന്നെ ഉദ്ദേശം നീ തന്നെയാണ് വാ എന്ന് പറഞ്ഞു. വഖാലത്ത് ഹൈത്തലക്.
പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു ഈമാൻ ഇഹ്സാൻ, നജ്സിൽ മുഹ്സിനി എന്നല്ല ഇഹ്സാൻ. ഖാല മആദല്ലാഹ് ഇന്നഹു റബ്ബി അഹ്സന മസ്വായ് ഇന്നഹു ലാ യുഫ്ലിഹു ദ്ദാലിമൂൻ. ഖാല യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു മആദല്ലാഹ്. എന്താ മആദല്ലാഹ് എന്ന് പറഞ്ഞാൽ അഊദു ബില്ലാഹ് എന്നാണ്. മആദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ മസ്ദറാണ്, ശരണം എന്ന അർത്ഥത്തിൽ. മആദല്ലാഹ് മസ്ദറിനെ ഇതിലേക്ക് മഫൂലിലേക്ക് ഇദാഫത്ത് ചെയ്താണ്. ഉദ്ദേശം അഊദു ബില്ലാഹ് എന്നാണ്. ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു, രക്ഷ തേടുന്നു. മആദല്ലാഹ്. ഖാല മആദല്ലാഹ്, അള്ളാഹുവിൽ ശരണം എന്ന് ഞാൻ രക്ഷ തേടുന്നു, ശരണം തേടുന്നു എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. വലിയ പരീക്ഷണങ്ങൾ മുന്നിൽ കാണുമ്പോൾ പലപ്പോഴും നടത്തുന്ന അഭയത്തേട്ടാണിത് ഈ മആദല്ലാഹ്. മആദല്ലാഹ്. അതുകൊണ്ട് അഊദു ബില്ലാഹി മിൻക് എന്ന് പറഞ്ഞേ. കാലത്ത് ഇനി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ. മറിയം അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ആണിനെ കണ്ട് ശീലമില്ലാത്ത മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിയാണ് ബഷറൻ സവിയൻ, സുന്ദര സുമുഖനായ ഒരു പുരുഷനെ ജിബ്രീലിനെ കാണുന്നത്. അപ്പോഴാണ് ആവതുല്ലേ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ അസ്മാ ബിൻത്ത് നുഅ്മാൻ അൽ ജൗനിയ എന്ന് പറയുന്ന മഹദിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച വിഷയമുണ്ടല്ലോ. ഈ അസ്മാ ബിൻത്ത് നുഅ്മാൻ അൽ ജൗനിയ എന്ന് പറഞ്ഞാൽ അവർ ബനു കെൽബ് ഗോത്രക്കാരിയാണ്, കെൽബിയാണ്. അപ്പോൾ അവിടുന്ന് അസ്മാ ബിൻത്ത് നുഅ്മാനെ മദീനത്തേക്ക് കൊണ്ടുവരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചു. അങ്ങനെ ബനു സായിദ ഗോത്രക്കാരുടെ തോട്ടത്തിൽ കൊണ്ടുവന്നിട്ട് അവർ ഇരുത്തി. ബനു സായിദ ഗോത്രക്കാരുടെ പന്തലിലൂടെ തോട്ടം നമ്മൾ മസ്ജിദ് നബവിയിൽ നിന്ന് ബാബുൽ മലിക് ഫഹദിലൂടെ പുറത്തിറങ്ങിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഉഹുദിലിൻ്റെ അവിടത്തേക്കാണല്ലോ പോവുക. അപ്പോൾ മസ്ജിദ് നബീൻ്റെ ഇടത് ഭാഗത്ത് ഇന്നും ആ തോട്ടം അവിടെ ഉണ്ട്. ഈ ബനു സായിദ തോട്ടം ഇന്നും ഉണ്ട് അവിടെ. അതിൻ്റെ അടയാളം അതേ തോട്ടം അങ്ങനെ ഇന്നും നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ തോട്ടത്തിൽ കൊണ്ടുവന്നിട്ടാണ് അവരെ ഇരുത്തിയത്, അസ്മാ ബിൻത്ത് നുഅ്മാനെ ഇരുത്തിയത്. അവർ നല്ല ശാരീരിക കാന്തിയുള്ള ഒരു മഹദിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ കണ്ടിട്ടൊന്നുമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത സഖിയാകാൻ പോവുകയാണ് എന്നുള്ളത് ആയിഷ റളിയല്ലാഹു തആല അൻഹയും ഹഫ്സയും അറിഞ്ഞു. അപ്പോൾ ഹഫ്സയും ആയിഷയും അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടാൽ ചെല്ലാനൊരു വാചകം പഠിപ്പിച്ചു കൊടുത്ത്. അത് അഊദു ബില്ലാഹി മിൻക എന്ന് പറയാനാണ്. അഊദു ബില്ലാഹി മിൻക. സ്ത്രീ സഹജമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്തുള്ള ജീവിതത്തിൻ്റെ ആ സ്വാർത്ഥതയാണ്. അതല്ലാതെ പിന്നെ അവരൊക്കെ മനുഷ്യരാണ്. അപ്പോൾ ഈ മഹദി ചോദിക്കുന്നുണ്ട് ഞാൻ എന്തായാലും ചൊല്ലേണ്ടതെന്നുള്ള രീതി ചോദിക്കുന്നുണ്ട്. ഏതായാലും ഇങ്ങനെ അഊദു ബില്ലാഹി മിൻക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കേൾക്കുന്നത് ഇഷ്ടമാണ് എന്ന രീതിയിൽ പറഞ്ഞു കൊടുത്ത്. അങ്ങനെ ഇവരാണെങ്കിൽ ഈ ബനു കൽബ് ഗോത്രത്തിൽ വളർന്ന ഒരു കുലീന സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കല്യാണം അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നുണ്ട് ഒരു മലിക്കത്ത് എന്ന് പറഞ്ഞാൽ രാജ്ഞി, ഞാൻ രാജ്ഞിയാണ്. ഒരു സൂക്കത്തിനെ എന്ന് പറഞ്ഞെങ്കിൽ പ്രജയെ കിട്ടിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവർക്കറിയില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിപ്പന്ത് മഹത്വന്ത് എന്നുള്ളത്. ഗ്രാമീണതയിലൊരു സ്ത്രീയാണ്, ബനു കൽബ് ഗോത്രക്കാരിയാണ്. അപ്പോൾ ഞാനൊരു രാജ്ഞിയല്ലേ, എങ്ങനെ ഒരു നാടനെ കല്യാണം കഴിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്നൊക്കെ പറയുമ്പോൾ അവരെന്ത് ചെയ്യാണ്, അത് അവർക്ക് ഉൾക്കൊണ്ടിട്ട് വരുന്നത്. അങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അഊദു ബില്ലാഹി മിൻക എന്ന് കേൾക്കണ ഇഷ്ടമാണ്, അത് പറഞ്ഞാൽ മതി തന്നെ. അങ്ങനെ ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ തന്നെ പറയാണ് അഊദു ബില്ലാഹി മിൻക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ലഖദ് ഉസ്തി ബിഅദീം, ലഖദ് ഉസ്തി ബിഅദീം. അല്ലാഹു മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലാണ് നിങ്ങൾ അഭയം തേടിയത്. അതുകൊണ്ട് ഖലാസ് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലേക്ക് പോകാമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ബനു സായിദ ഗോത്രത്തിൽ ഏതെങ്കിലും ഒരു സഹാബിനോട് അവർക്ക് വേണ്ട മത്താഴ്, വളരെ ഗംഭീരമായ മത്താഴ് വസ്ത്രങ്ങളും മറ്റൊക്കെ ആയിട്ട് നൽകിയിട്ട് അവരെ യാത്രയാക്കുകയാണ് ചെയ്തത്.
അപ്പോഴാണ് അവരോട് പറയുന്നത്, നിങ്ങൾ ഇത് പറഞ്ഞത് ആരോടാണെന്നറിയോ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ. അപ്പോൾ അവർ പറയുന്നുണ്ട്, അന കുന്തു അഷ്ഖാ മിൻ ദാലിക് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വളരെ ഭാഗ്യം കെട്ടവളായി എന്നൊക്കെ അവർ പരിതപിക്കുന്നുണ്ട്. അലാക്കുല്ലി ഞാൻ പറഞ്ഞത് ഈ മാദല്ല എന്ന് പറയുന്നതിൻ്റെ ഗൗരവമാണ്. ഒരു വലിയ ഒരു പ്രതിസന്ധി, പരീക്ഷണം, അതിനു മുന്നിൽ ആളുകൾ പറഞ്ഞു പോകുന്നതാണ് എന്ത്? ഈ മാദല്ല അഊദു ബില്ലാഹ് എന്നുള്ളതായി ഈ പ്രയോഗം. കാല മാദല്ല, അതാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ പറയുകയുണ്ടായത്. പിന്നെ അള്ളാഹുവിൽ അഭയം തേടിയിട്ട് എന്നിട്ട് അദ്ദേഹം എന്തുകൊണ്ട് ഞാൻ മാദല്ല എന്ന് പറഞ്ഞ് നിന്നിൽ നിന്ന് ഒഴിയുന്നു എന്നുള്ള കാരണം പറയണം. ഇന്നഹു റബ്ബി അഹ്സന മസ്വായ് ഇന്നഹു ലാ യുഫ്ലിഹു ബാലിമൂൻ. രണ്ട് കാരണം പറഞ്ഞത്. ഒന്ന് ഇന്നഹു റബ്ബി അഹ്സന മസ്വായ് ഇന്നഹു ലാ യുഫ്ലിഹു ബാലിമൂൻ. ഇൻഷാ അല്ലാഹ് നമുക്കത് രണ്ടും അതേപോലെ വിശദീകരിക്കേണ്ട ഒരു വിഷയമാണ്. ഏതായാലും ഇവിടെ ഈ ഒരു ഭാഗം നോക്കണം. അവർ മുറാവതയിലാണ് തുടങ്ങിയത്. മുറാവത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ പറഞ്ഞു, ഒരു തരം സംഘടനയാണ്. പക്ഷേ അതുപോലെ എന്തുണ്ട്, ഈ ഒരു ഭാഷയൊന്നുമില്ല. ഇത് വാതിലൊക്കെ അടച്ച് പിന്നെ ഹൈത്തലൊക്കെ എന്ന് പറയുന്ന പോലെയല്ല, പിന്നെ മൃദുലമായി വളരെ സരളമായ രീതിയിലാണ് അവരുടെ ഒരു തുടക്കം ഉണ്ടായത്. പിന്നെ അവരിൽ നിന്ന് ഈ പ്രയോഗങ്ങളൊക്കെ ഉണ്ടായി. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ നാട്ടുകാരനല്ല, അദ്ദേഹത്തെ ആ വീടിന് പുറത്ത് ആർക്കും അറിയില്ല. പിന്നെ അദ്ദേഹം സാധാരണ എന്താ ഉണ്ടാവുക, പെണ്ണിങ്ങട്ടാ വിളിക്കുക, പെണ്ണിന് അങ്ങോട്ടാ ആളുകൾ നോക്കുമ്പോൾ ചിലരിങ്ങനെ ചിറിയിൽ നോക്കി നിൽക്കും. അത് ആണിൻ്റെ പരീക്ഷണ, ആണ് ഇതിൽ പരീക്ഷിക്കപ്പെടുക അല്ലേ. ആണാണ് ഇങ്ങനെ പിന്നെ ഈ കമൻ്റ് അടിക്കാനും അതേപോലെ തന്നെ നോക്കിക്കാനും ഒക്കെ പലപ്പോഴും ഇത് ചെയ്യാം. പക്ഷേ ഇത് ആണ് വിരക്തനാണ്. പക്ഷേ സ്ത്രീയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇതിൽ പിന്നെ വിളിക്കുന്നത്, അവസരങ്ങൾ ഒരുക്കുന്നത്. പിന്നെ ഇത് ഭൃത്യനാണ്, അവരുടെ ഭാഷയിൽ ഭൃത്യനാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. യജമാനത്തെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരു വീഴ്ച വന്നാൽ തന്നെയും അതിൻ്റെ പിന്നെ ഈ ഇതുണ്ടല്ലോ, പാർശ്വഫലം മുഴുവൻ ആർക്കാണ് കൂടുതൽ വരിക? ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വരിക. എന്നിട്ടും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം മാദല്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, തൻ്റെ പരിശുദ്ധിയെ കാത്തു എന്നുള്ളതാണ് അവിടുത്തെ വിഷയം. അതുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ചില കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ തുടർന്ന് പറയാം. ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും.